2020 ലോകകപ്പിൽ ഇന്ത്യ പാക് മത്സരം നടക്കും. മത്സരം ബഹിഷ്കരിക്കരുതെന്ന് ബംഗ്ലാദേശ് പാകിസ്ഥാന് കത്തയച്ചു. ബംഗ്ലാദേശിന്റെ അഭ്യർത്ഥന മാനിച്ച് കളിക്കാമെന്ന് പാകിസ്ഥാൻ സമ്മതിച്ചു. ഫൈസൽ ഹംസ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്ന്. ഫൈസൽ, ഒടുവിൽ പാകിസ്ഥാൻ അവരുടെ തീരുമാനം മാറ്റുകയാണ്. ഇത് ഈ ബഹിഷ്കരണ ഭീഷണിയായിരുന്നു, അതൊരു നാടകം കളിക്കുകയായിരുന്നു പാകിസ്ഥാൻ എന്ന് തോന്നിപ്പിക്കുക, അത് ബലപ്പെടുത്തുന്ന തരത്തിലുള്ളൊരു പ്രഖ്യാപനമാണല്ലോ ഇപ്പോൾ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. ഫൈസൽ, അരീജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ പാകിസ്ഥാൻ ഒടുവിൽ അവരുടെ തീരുമാനത്തിൽ നിന്ന് യു ടേൺ അടിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ ബംഗ്ലാദേശിനെ ലോകകപ്പ് ക്രിക്കറ്റിൽ നിന്ന് 2020 ലോകകപ്പിൽ നിന്ന് ഇന്ത്യയിലേക്ക് കളിക്കാൻ വരാത്തതുമായി ബന്ധപ്പെട്ട് പുറത്താക്കിയിരുന്നു. ഇതിൽ ബംഗ്ലാദേശിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് പാകിസ്ഥാൻ ഇത്തരത്തിലൊരു തീരുമാനം പ്രഖ്യാപിക്കുന്നത്. അതായത് ശ്രീലങ്കയിലെ കൊളംബോയിൽ വെച്ച് നടക്കുന്ന ഇന്ത്യയുമായുള്ള മത്സരം ബഹിഷ്കരിക്കുമെന്നായിരുന്നു പാകിസ്ഥാൻ്റെ ഭീഷണി. എന്നാൽ ഇതിനെതിരെ ശ്രീലങ്ക അടക്കമുള്ള രാജ്യങ്ങൾ പാകിസ്ഥാനെ നേരത്തെ തന്നെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ അന്നൊന്നും പാകിസ്ഥാൻ ഇതിന് തയ്യാറായിരുന്നില്ല. ഇന്ന് ലാഹോർ കേന്ദ്രീകരിച്ച് ICCയും അതോടൊപ്പം തന്നെ ബംഗ്ലാദേശിൻ്റെയും ക്രിക്കറ്റ് തലവന്മാർ നടത്തിയ ചർച്ചയിലാണ് ഇത്തരത്തിലൊരു തീരുമാനം ഇപ്പോൾ വന്നിരിക്കുന്നത്. ബംഗ്ലാദേശ് ഇപ്പോൾ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിന് കത്തയക്കുകയും ചെയ്തിട്ടുണ്ട് മത്സരം ബഹിഷ്കരിക്കരുത് എന്നുള്ളത്. പ്രധാനമായും ICCയുമായുള്ള ചർച്ചയിൽ 5 കാര്യങ്ങളാണ് പാകിസ്ഥാൻ മുന്നോട്ട് വെച്ചിരുന്നത്. അതിൽ പ്രധാനപ്പെട്ടത് ത്രിരാഷ്ട്ര ടൂർണമെൻറ്റ്, ബംഗ്ലാദേശിനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ടൂർണമെൻറ്റ് നടത്തണം എന്നുള്ളതായിരുന്നു. പക്ഷേ പാകിസ്ഥാൻ്റെ ഇത്തരത്തിലുള്ള അവകാശങ്ങളൊന്നും ICC അംഗീകരിച്ചിട്ടില്ല എന്നുള്ളതാണ്. മറ്റൊന്ന്, നമുക്കറിയാം, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ കളിക്കുമ്പോൾ ഹാൻഡ് വിവാദം ഏഷ്യ കപ്പ് മുതൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അക്കാര്യത്തിൽ അത് നിർബന്ധമാക്കണം, ഇരു ടീമുകളും കളിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ മത്സരങ്ങൾ നടക്കുമ്പോൾ ഹാൻഡ് ക്രിക്കറ്റിൽ നിർബന്ധമാക്കണം എന്നുള്ള ഒരു ആവശ്യം പാകിസ്ഥാൻ മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ അതിനും ICC തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ ബംഗ്ലാദേശിൻ്റെ ആവശ്യങ്ങളെല്ലാം പരിഗണിച്ചു എന്നുള്ളതാണ് ഇതിൽ സുപ്രധാനമായുള്ളൊരു കാര്യം. അതായത് ഇന്ത്യയിലേക്ക് വരാത്തതുമായി ബന്ധപ്പെട്ട് ബംഗ്ലാദേശിന് ഏതെങ്കിലും തരത്തിലുള്ള വിലക്കുകൾ ഉണ്ടാവില്ല. മാത്രമല്ല, ബംഗ്ലാദേശിൻ്റെ ഒരു ആവശ്യം, നേരത്തെ അവർക്കൊരു വനിതാ ക്രിക്കറ്റ് ടൂർണമെന്റ് ഉണ്ടായിരുന്നു, വനിതാ ലോകകപ്പ് ഉണ്ടായിരുന്നു, അത് ബംഗ്ലാദേശിൽ നിന്ന് മാറ്റിയിരുന്നു ദുബായിലേക്ക്. ഭാഗം അങ്ങ് മാറ്റി നിർത്തിയാൽ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം വീണ്ടും വരുന്നു എന്നുള്ളത് ഒരു ക്രിക്കറ്റ് പ്രേമിയെ സംബന്ധിച്ചിടത്തോളം, കായിക പ്രേമിയെ സംബന്ധിച്ചിടത്തോളം അതൊരു സന്തോഷകരമായ വാർത്തയാണ്. കാരണം ഒരു ആവേശ മത്സരം, ഒരു ആവേശ പോരാട്ടം കാണാനുള്ള ഒരു അവസരം എന്ന നിലയിൽ ഫൈസൽ, അതുതന്നെയാണ് ഈ ഒരു മത്സരത്തിൻ്റെ പ്രത്യേകത. കേവലം ഒരു ടൂർണമെൻറ്റിലെ ഒരു മത്സരം എന്നുള്ളതല്ല ഇന്ത്യ പാക് മത്സരം. ക്രിക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം 2020 ലോകകപ്പിലെ ഏറ്റവും ക്ലാസിക് പോരും, ഒരു പക്ഷേ ഫൈനലിനോട് തന്നെ പ്രാധാന്യമുണ്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ. അത് ഗ്രൂപ്പ് ഘട്ടത്തിലാണെങ്കിൽ പോലും ഏറ്റുമുട്ടുന്ന ഒരു മത്സരത്തിന് എന്നുള്ളതാണ്. ആ മത്സരം ഉപേക്ഷിക്കുക അല്ലെങ്കിൽ ബഹിഷ്കരിക്കുക എന്നുള്ളത് ആ ടൂർണമെൻറ്റിൻ്റെ പൊലിവിനെ തന്നെ ബാധിക്കുന്നതാണ് എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനം. അതുകൊണ്ട് തന്നെയാണ് ICC അടക്കം, അല്ലെങ്കിൽ ആ മത്സരത്തിന് ആതിഥേയത്വം വഹിക്കുന്ന ശ്രീലങ്ക അടക്കം ഈ വിഷയത്തിൽ ഇടപെടാനുള്ള ഒരു കാരണവും. എന്തായാലും ക്രിക്കറ്റ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഏഷ്യ കപ്പ് ഫൈനലിന് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വീണ്ടും ഒരു മാച്ച് കാണാനുള്ള അവസരമാണ് ലഭിക്കുന്നത്. ഏറ്റവും ആവേശത്തോടെയുള്ള ഒരു മത്സരത്തിനായി ഈ മാസം 15-നാണ് ആ മത്സരം നടക്കാൻ പോകുന്നത്. അതിനുവേണ്ടി തന്നെ നമുക്ക് കാത്തിരിക്കാം. റീജിത്ത്.